എമ്പുരാൻ സിനിമയ്ക്ക് ശേഷം വലിയ പരിശോധനകൾ റെയ്ഡുകളൊക്കെ വരുന്നു. അതിന്റെ ഒരു നടപടി കരുതുന്നുണ്ടോ? എല്ലാം അറിയില്ല, എനിക്ക് അതിനെപ്പറ്റൊന്നും അറിയില്ല. നോട്ടീസിൽ എന്താണ് ഐ ഡി പറയുന്നത്? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ കറക്റ്റായിട്ട് സിനിമ 1.5 കോടി പിടിച്ചെടുത്തു. അത് ചുമ്മാ പറഞ്ഞു. അതായത് 1.5 കോടി രൂപ പിടിച്ചെടുത്തിട്ടില്ല എന്നാണ് ഗോകുലം ഗോപാലൻ പറയുന്നത്. സിനിമ എന്ന വ്യവസായത്തിൽ പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്തത്, എന്തിനാണ് കൈകൾ ശുദ്ധമാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇനിയുള്ള നടപടിക്രമങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കൽ കൂടി ആ വാക്കുകൾ കേൾക്കാം. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ കറക്റ്റായിട്ട് സിനിമ 1.5 കോടി പിടിച്ചെടുത്തു. അത് ചുമ്മാ പറഞ്ഞു. റിയ ബേബി വിവരങ്ങളുമായിട്ട് റിയ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എമ്പുരാന് ശേഷമുണ്ടായ നടപടികൾ. അത് പലപ്പോഴും എമ്പുരാൻ ഇഫക്റ്റ് ആണോ എന്ന ചോദ്യത്തിന് ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഇത് സ്വാഭാവിക നടപടികൾ എന്നാണ് ആദായനികുതി വകുപ്പും ഒക്കെ എൻഫോഴ്സ്മെന്റും ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. എപ്പോഴാണെങ്കിലും ഒരു നോട്ടീസ് കിട്ടിയത്, അദ്ദേഹം ഒന്നും അറിയില്ല എന്ന് പറയുമ്പോഴും എന്താണ് ആ നോട്ടീസിലെ വിവരമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വിശദീകരിക്കേണ്ടി വരുന്നതെന്ന് അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ജീവനക്കാർക്കും അറിയാമായിരിക്കും. എന്താണ് അറിയാൻ കഴിയുന്നത്? അതെ, ദിവേഷ്, ചെന്നൈയിലെ ഓഫീസിൽ മാരത്തൺ പരിശോധനകൾ നടന്നിരുന്നു ഗോകുലം ഗ്രൂപ്പിന്റെ. അതിനുശേഷം ഗോകുലം ഗോപാലനെ വിളിച്ച് ചോദ്യം ചെയ്തു. അതിന് പിന്നാലെയാണിത് ഇപ്പോൾ കൊച്ചിയിലെ ഇ ഡി ഓഫീസിലേക്കും ഗോകുലം ഗോപാലനെ ഇ ഡി വിളിപ്പിച്ചിരിക്കുന്നത്. 12:40 കൊച്ചിയിലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിലേക്ക് ഗോകുലം ഗോപാലൻ എത്തിയത്. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഗോകുലം ഗ്രൂപ്പിന്റെ പ്രതിനിധികൾ കൂടി ഇവിടേക്ക് എത്തിയിരുന്നു. അതിനുശേഷം ഗോകുലം ഗോപാലനും എത്തുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഇ ഡി ഇങ്ങനൊരു നടപടിയിലേക്ക് പോകുന്നത്? അത് എമ്പുരാന്റെ എഫക്റ്റ് ആണോ എന്ന ചോദ്യത്തിന് എനിക്കൊന്നും അറിയില്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾ തെറ്റായി ഒന്നും ചെയ്തിട്ടില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. സിനിമ എന്ന വ്യവസായത്തിൽ പ്രവർത്തിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നുകൂടി ഗോകുലം ഗോപാലൻ അതിനോട് കൂട്ടിച്ചേർത്ത് വെക്കുന്നുണ്ട്. നോട്ടീസിൽ കാരണങ്ങൾ വ്യക്തമല്ല എന്നും ഗോകുലം ഗോപാലൻ പറയുന്നു. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ ഓഫീസുകളിൽ നടന്ന റെയ്ഡിൽ 1.5 കോടി രൂപ പിടിച്ചെടുത്തു എന്നായിരുന്നു പുറത്തു വന്ന വിവരം. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് ചുമ്മാ പറയുന്നതാണെന്ന പ്രതികരണം കൂടി നൽകിക്കൊണ്ടാണ് ഗോകുലം ഗോപാലൻ എത്തിയിരിക്കുന്നത്. എന്തായാലും എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ സ്വയം സെൻസറിംഗ് ഉൾപ്പെടെ സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വന്നപ്പോൾ അതിനുശേഷം ഇതാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഗോകുലം ഗോപാലന് പിന്നാലെ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 105 കോടിയോളം രൂപ ഗോകുലം ഗോപാലൻ എമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയിട്ടുണ്ട് എന്നതാണ് ആദ്യത്തെ ഘട്ടത്തിൽ ഗോകുലം ഗോപാലനെ വിളിക്കുമ്പോൾ ഗോകുലം ഗോപാലൻ പറഞ്ഞുവല്ലോ, കാരണം ഇ ഡി ഓഫീസിലേക്ക് എത്തി, ഞാൻ അവിടെ നിന്ന് അവർ ബ്ലസ് ചെയ്ത് വിട്ടയക്കുന്ന രീതിയിലാണ്, ഒന്നും സംഭവിച്ചിട്ടില്ല, മറ്റു രീതിയിലൊന്നും ഒരു പൊരുത്തക്കേടുകളും ഇല്ല എന്നാണ് ഗോകുലം ഗോപാലൻ പറഞ്ഞ. അതിനുശേഷമാണ് ഈ പൊരുത്തക്കേടുകൾ കണക്കുമായി ബന്ധപ്പെട്ട് കാണുകയും ഈ പറയുന്ന അത്രയും കോടി രൂപ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തതായി അറിയുന്നത്. ഇപ്പോൾ ഗോകുലം ഗോപാലന്റെ ആ പ്രതികരണം അത് ഒന്നുകൂടി കേട്ട ശേഷം റിയയിലേക്ക് വരാം. എമ്പുരാൻ സിനിമയ്ക്ക് ശേഷം വലിയ പരിശോധനകൾ റെയ്ഡുകളൊക്കെ വരുന്നു. അതിന്റെ ഒരു നടപടി കരുതുന്നുണ്ടോ? എല്ലാം അറിയില്ല, എനിക്ക് അതിനെപ്പറ്റൊന്നും അറിയില്ല. നോട്ടീസിൽ എന്താണ് ഐ ഡി പറയുന്നത്? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ കറക്റ്റായിട്ട് സിനിമ 1.5 കോടി പിടിച്ചെടുത്തു. അത് ചുമ്മാ പറഞ്ഞു. ബിജു പങ്കജ് കൂടി ചേരുന്നുണ്ട്. ബിജു, 371 കോടി ഇന്ത്യക്ക് പുറത്തു നിന്ന് ആളുകളിൽ നിന്ന് ക്യാഷായി വാങ്ങിയിരിക്കുന്നു. 220.74 കോടി ചെക്കായി ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നതിൽ നിന്ന് വാങ്ങുന്നു. ഇതെല്ലാം നിയമപ്രകാരമുള്ള കാര്യങ്ങളെ വെട്ടിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ വയലേഷൻ ഓഫ് സെക്ഷൻ 3B ഓഫ് ഫെമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും ഇ ഡിയുടെ ഭാഗത്തുനിന്ന് വരുന്ന വിവരങ്ങൾ ഇതാണ്. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഈസ് അണ്ടർ പ്രോഗ്രസ് എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെ സൂചനകളാണ് ലഭിക്കുന്നത്? ഈ പിടിച്ചെടുത്ത 1.5 കോടി, ഈ 100 കണക്കിന് കോടിയുടെ കണക്ക്, പുറത്തു നടന്ന വിനിമയം, അതൊക്കെ ഏത് രീതിയിലാണ് നിയമലംഘനമായി മാറുന്നത്? ഇ ഡിയുടെ പരിശോധന എങ്ങനെയാണ് പോകുന്നത്? 2022 കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ നടപടിക്രമങ്ങൾ എന്നാണ് പറയുന്നത്. അതിന്റെ ഫെമ എന്ന് പറയുമ്പോൾ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു സാമ്പത്തിക ക്രമക്കേടിന്റെ ഒരു പരിധിയിലേക്ക്, പൊരുത്തക്കേടുകളുടെ പരിധിയിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഗോകുലം ഗോപാലിനെ വിളിക്കുന്നു കൊച്ചി ഓഫീസിലേക്ക് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ഈഴിയുടെ നീക്കത്തെ നമുക്ക് കാണേണ്ടി വരും. എന്തായാലും കുറച്ച് നാളുകൾക്ക് മുൻപുള്ള കേസിന്റെ തുടർ നടപടികൾ എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ബിജു പങ്കജ് ചേരുന്നുണ്ട്. ബിജു, പറഞ്ഞ കോടിക്കണക്കിന് രൂപയുടെ വിനിമയം അത് ഇന്ത്യക്ക് പുറത്ത് നടന്നിട്ടുണ്ട്. അതും നമ്മുടെ നിയമലംഘനങ്ങളിൽ പെടുന്നു. ഒപ്പം ഈ 1.5 കോടി പിടിച്ചെടുത്തത് അദ്ദേഹം പറയുന്നു, ഇപ്പൊ കയറി പോകുമ്പോഴും അദ്ദേഹം പറയുന്നു, ഞങ്ങൾ സിനിമ നിർമ്മിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, മറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. പക്ഷേ ഇ ഡി വളരെ കൃത്യമായി അന്വേഷണമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് ഇ ഡിയും വ്യക്തമാക്കുന്നത്. എങ്ങനെയാണ് അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ? അത് ഗോകുലത്തിന്റെ പണമിടപാടുകളെ സംബന്ധിച്ച് എത്രത്തോളം സംശയകരമായ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്? ദിവിഷ്, നേരത്തെ ഉള്ള ഒരു കേസിന്റെ ഭാഗമായാണ് ഈ ചോദ്യം ചെയ്യലെങ്കിലും
എമ്പുരാൻ എഫക്ട് ഈ ഇഡിയുടെ അന്വേഷണത്തിലുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരിക്കും ലൈക്ക പ്രൊഡക്ഷൻസ് എമ്പുരാനിലിന്റെ നിർമ്മാണ പങ്കാളിത്തം ഒഴിഞ്ഞപ്പോൾ ഏതാണ്ട് 102 കോടിയോളം രൂപയാണ് ഗോകുലം മൂവീസ് എമ്പുരാനിൽ മുടക്കിയിരുന്നത്. ഇത് ഇഡിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഇഡിയുടെ ചോദ്യം ചെയ്യലില് ഗോകുലം ഗ്രൂപ്പ് സമ്മതിച്ച ഒരു കാര്യമാണ്. 102 കോടിയോളം രൂപ ലൈക്ക പിന്മാറിയപ്പോൾ ലൈക്കയുടെ പങ്കാളിത്തമായി ലൈക്ക പിന്മാറിയപ്പോഴുള്ള പങ്കാളിത്തമായിട്ട് ഗോകുലം ഗ്രൂപ്പ് ഈ എമ്പുരാനിൽ നിക്ഷേപിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്നുള്ള ചോദ്യം ചെയ്യല് ഈ വിദേശത്തു നിന്നുള്ള വിദേശ ജോലി എന്നവർ ഇവിടെ ഗോകുലം ചിറ്റ്സിൽ ചിട്ടി ചേർന്നതുമായി ബന്ധപ്പെട്ട ക്ഷമാലംഘനം, വിദേശ നാണ്യ ചട്ടലംഘനം നടന്നിട്ടുള്ളതായിട്ടാണ് ഈ പരിശോധനയിൽ ഇഡിയുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിന്റെ ഭാഗമായി പ്രാഥമികമായി ഗോകുലം ഗോപാലിൽ നിന്ന് ഇഡി അധികൃതർ മൊഴിയെടുത്തിരുന്നു. അതിനുശേഷം കോഴിക്കോട് നിന്ന് അദ്ദേഹത്തെ ചെന്നൈക്ക് വിളിപ്പിച്ചിരുന്നു. പിന്നീട് അതിന്റെ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തെ ഇപ്പോൾ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ചില രേഖകൾ, ചില ഡോക്യുമെന്റുകൾ ഒപ്പിട്ട് നൽകണമെന്നും ഇഡി അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. സ്വാഭാവികമായുള്ള നടപടിക്രമങ്ങൾ, അതായത് ഈ റെയ്ഡിന് ശേഷമുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ വിളിപ്പിച്ചിരിക്കുന്നത്. ഈ ഇഡി പറഞ്ഞതുപോലെ തന്നെ കണ്ടെത്തിയ പൊരുത്തക്കേടുകൾ ഇത്രയും വലിയൊരു സാമ്പത്തികമായിട്ടുള്ള പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നത് അടക്കം വരുമ്പോൾ ഈ ആവശ്യപ്പെട്ട രേഖകൾ അത് ഹാജരാക്കും എന്ന രീതിയിൽ എന്തെങ്കിലും പ്രതികരണമുണ്ടോ? ഇന്ന് അങ്ങനെ എന്തെങ്കിലും നടപടി ഗോപാലന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ? അല്ല, അതായത് ഒരു റെയ്ഡിന് ശേഷം അതിന്റെ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ചില രേഖകളിലും മറ്റും ഒപ്പിടണമെന്ന് അദ്ദേഹത്തോട് ഇഡി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്ന് ഇഡി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത്. എന്തായാലും ഈ എമ്പുരാൻ സിനിമയുടെ ഭാഗമായി തന്നെയുള്ള ഒരു എഫക്ട് ആണ് എന്ന് വേണം ഈ അന്വേഷണത്തിലും നടന്നിരിക്കുന്നതെന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. കാരണം 102 കോടി രൂപ പ്രധാന പങ്കാളിത്തം, അതായത് ഈ സിനിമയുടെ പ്രധാന നിർമ്മാണ പങ്കാളിയായി ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയപ്പോൾ ഗോകുലം ഗ്രൂപ്പ് വരികയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സിനിമ അതിന്റെ പ്രിവ്യൂ അദ്ദേഹവും കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പലരോടായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ സിനിമ കാണുമായിരുന്നെങ്കിൽ, ഇത്രയധികം കോൺട്രവേഴ്സിയിലേക്ക് പോവുകയായിരുന്നെങ്കിൽ ഇതിന്റെ നിർമ്മാണ പങ്കാളിത്തം അദ്ദേഹം ഏറ്റെടുക്കുമായിരുന്നു എന്ന കാര്യവും സംശയമുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഇപ്പോൾ അല്പസമയത്തിന് ശേഷം ഇപ്പോൾ അദ്ദേഹത്തെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ബാക്കി രേഖകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിൽ നിന്ന് ഈ വിദേശ നാണ്യ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ മുതൽ മുടക്കുമായി ബന്ധപ്പെട്ടും ഉള്ള വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. ബിജു, എന്തായാലും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ആദ്യമായി തന്നെ മാതൃഭൂമി ന്യൂസ് ഇഡിക്ക് മുൻപിലേക്ക് കൊച്ചി ഓഫീസിലേക്ക് ഗോകുലം ഗോപാലൻ എത്തുമ്പോൾ നമുക്ക് ആ പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഗോകുലം ഗോപാലൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ല, അദ്ദേഹം ന്യായീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വിട്ടു. അതിന്റെ ഒരു നടപടി കരുതുന്നുണ്ടോ? എല്ലാം അറിയില്ല, എനിക്ക് അതിനെപ്പറ്റൊന്നും അറിയില്ല. നോട്ടീസിൽ എന്താണ് ഐഡി പറയുന്നത്? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ കറക്റ്റായിട്ട് സിനിമ 1.5 കോടി പിടിച്ചെടുത്തു. അത് ചുമ്മാ പറഞ്ഞു. റിയ തുടരുന്നുണ്ട്. റിയ, ഇപ്പോൾ ബിജു നേരത്തെ സൂചിപ്പിച്ചത് ഇദ്ദേഹവും സിനിമയുടെ പ്രിവ്യൂ കണ്ടിട്ടില്ല എന്ന്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ സിനിമ നിർമ്മിക്കുക മാത്രം ചെയ്തതാണ്. അപ്പോൾ ഈ സിനിമയുടെ പ്രിവ്യൂ കണ്ടോ ഇല്ലയോ, അത് പ്രധാനപ്പെട്ട താരം തന്നെ കണ്ടോ ഇല്ലയോ എന്നുള്ളൊക്കെ സംശയങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ ചർച്ചകളായി മാറിയത്. അപ്പോൾ ഇത്രയും 102 കോടി രൂപ ലൈക്കയ്ക്ക് നൽകിക്കൊണ്ടാണ് ഇതിന്റെ ഈ നിർമ്മാണ ചുമതല ഇവർ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അദ്ദേഹവും സിനിമ കണ്ടില്ലേ? കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊരു കോൺട്രവേഴ്സ്യൽ വിഷയമാണ്, അതുകൊണ്ട് പിന്മാറുമായിരുന്നു എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഗോകുലം അദ്ദേഹം നേരിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുയായികളിൽ നിന്നോ കിട്ടുന്ന പ്രതികരണങ്ങൾ, ഈ സിനിമ അവരെ ഉലയ്ക്കുന്ന ഒരു തരത്തിൽ കാര്യങ്ങൾ പോയിട്ടുണ്ടോ? ഗോകുലം ഗോപാലൻ 102 കോടിയിലധികം രൂപ എമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടി മുതൽ മുടക്കിയിട്ടുണ്ട്. നിർമ്മാതാവായി മാറിയപ്പോൾ മുതൽ മുടക്കിയിട്ടുണ്ട് എന്നതാണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. അത് ലൈക്ക പിന്മാറിയപ്പോൾ ഗോകുലം ഗോപാലൻ ആ ഫണ്ട് എമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടി ചിലവഴിക്കുകയായിരുന്നു. റിവ്യൂ കണ്ടിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ല. പക്ഷേ എന്തായാലും ഇക്കാര്യത്തിൽ ഗോകുലം ഗോപാലൻ ആ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, വലിയ പ്രതിഷേധമൊക്കെ വന്നതിന് തൊട്ട് പിന്നാലെയാണ് ചെന്നൈയിലെ ഗോകുലത്തിന്റെ ഓഫീസുകളിൽ 14 മണിക്കൂർ നീണ്ട മാരത്തൺ റെയ്ഡ് ഇഡിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. കോഴിക്കോടായിരുന്ന ഗോകുലം
ഗോപാലനെ ചെന്നൈയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ED മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത്. ചില രേഖകളടക്കം പിടിച്ചെടുത്തു. അതിനുശേഷം ഇപ്പോൾ ഇതാ കൊച്ചിയിലെ ഓഫീസിലേക്ക് അല്പസമയം മുമ്പ് ഗോകുലം ഗോപാലനെ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ചിരിക്കുന്നു. അതായത് ED ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് പിന്നോട്ടില്ല, അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നേരത്തെ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന സംവിധായകൻ പൃഥ്വിരാജിന് അതോടൊപ്പം തന്നെ ശരി, റിയ ബേബിയാണ് വിവരങ്ങൾ നൽകുന്നത്.